നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആ ഡയഗ്നോസിസിൽ ആക്യുറസിയും സ്പീഡും വരും അല്ലെ? ആക്യുറസിയും സ്പീഡും വരും. അതെങ്ങനെയാ? ഇമേജ് അനാലിസിസിൽ കൂടെ, പാറ്റേൺ റെക്കഗ്നിഷനിൽ കൂടെ, ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിൽ കൂടെ ഇപ്പൊ ഇല്ലാത്തതിനെക്കാട്ടിലും കൃത്യതയും ഫാസ്റ്റ്നെസ്സും നമ്മുടെ ചാറ്റ് ബോട്ട് കൊണ്ട് കിട്ടും അല്ലേ? പിന്നെ നമുക്ക് ആ ട്രീറ്റ്മെന്റ് പ്ലാനിങ്ങിലും മാനേജ്മെന്റിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. അതായത് നമുക്ക് ഓരോ വ്യക്തിക്കും ഒരു പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. ഈ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തില് ആ ഡോക്ടർ ആ ചീട്ട്, ആ പ്രിസ്ക്രിപ്ഷൻ കാണുമ്പോൾ എന്താണോ ഓർക്കുന്നത് അപ്പോഴത്തെ ഒരു സാഹചര്യം പോലെ ട്രീറ്റ് ചെയ്യാണ്. ഇവിടെ കുറച്ചുകൂടെ അത് നമുക്ക് പേഴ്സണലൈസ്ഡ് ആക്കാൻ പറ്റും. ആ അനാലിസിസിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്തത് ഇമേജ് അനാലിസിസ്, അതിന്റെ ANAL5SS ഞാൻ ടൈപ്പ് ചെയ്താണ്. എന്നാലും ആ എ കളഞ്ഞേരെ, ആ എസിന് മുമ്പുള്ള എ കളഞ്ഞേരെ. ആ ആക്യുറസി ഒന്ന് കറക്റ്റ് ചെയ്തത് ഞാൻ ടൈപ്പ് ചെയ്ത് തന്നെയാണ്, എന്നാലും നമ്മള് ഡോക്യുമെന്റ് അല്ലേ, ഒന്ന് കറക്റ്റ് ചെയ്തു. ആ ഇംപ്രൂവ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്, അവിടെ പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. ആ ഡ്രഗ് ഇന്ററാക്ഷൻ അനാലിസിസ് പോസിബിൾ ആണ്. ആ ഡിസീസിന്റെ പ്രോഗ്രഷൻ പ്രഡിക്ഷൻ, റിമോട്ട് മോണിറ്ററിങ്, ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. എന്തായാലും നമുക്ക് അസിസ്റ്റന്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും കൊണ്ടുവരാൻ പറ്റും. പല അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ബർഡനും നമുക്ക് സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പറ്റും. വർക്ക് ഫ്ലോ നമുക്ക് സ്ട്രീംലൈൻ ചെയ്യാൻ പറ്റും. ഈ വർക്ക് ഫ്ലോ സ്ട്രീംലൈൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ ഒരു എഫിഷ്യൻസി കൊണ്ടുവരുന്ന ഒരു കാര്യം. അത് അങ്ങനെയാണ്. അതായത് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വഴി കണ്ടുപിടിക്കുകയാണ് ഈ വർക്ക് ഫ്ലോ സ്ട്രീംലൈനിൽ നടക്കുന്നത്. അങ്ങനെയാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഇൻഫർമേഷൻ വളരെ വേഗത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡാറ്റ അനാലിസിസ് പോസിബിൾ ആണ്. ക്ലിനിക്കൽ ട്രയൽ സപ്പോർട്ട് പോസിബിൾ. പിന്നെ ഇവിടെ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, റെഡ്യൂസ്ഡ് കോഗ്നിറ്റീവ് ലോഡ്, ആ എല്ലാ കാര്യങ്ങളും തലയിൽ ഓർക്കേണ്ട കാര്യമില്ല. അപ്പൊ അതാണ് റെഡ്യൂസ്ഡ് കോഗ്നിറ്റീവ് ലോഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ, AI is a tool, data privacy and security, ethical considerations. അതൊന്ന് എഴുതി, അതും കൂടി എഴുതിയ ലാസ്റ്റ് പോയിന്റ്. ഇമ്പോർട്ടൻറ്റ് ഞാൻ ടൈപ്പ് ചെയ്ത റൈറ്റ് സൈഡ് കാണാൻ വയ്യേ? ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ, AI is a tool, data privacy and security, ethical consideration. ആ സെക്യൂരിറ്റിയുടെ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്തത്. സെക്യൂരിറ്റി അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ ഈ സിസ്റ്റം ഉപയോഗിച്ചാൽ നമുക്ക് ഡോക്ടറോട് പറയാം, കൃത്യതയോടുകൂടി ഡയഗ്നൈസ് ചെയ്യാൻ പറ്റും. മുമ്പത്തതിനെക്കാട്ടിലും ഫാസ്റ്റ് ആയിരിക്കും. ഇമേജ് അനാലിസിസ്, പാറ്റേൺ റെക്കഗ്നിഷൻ, ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, ഇതൊക്കെ വെച്ചിട്ട് പിന്നെ പേഴ്സണലൈസ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. ഡ്രഗ് ഇന്ററാക്ഷൻ അനാലിസിസ്, ഡിസീസ് പ്രോഗ്രഷൻ പ്രഡിക്ഷൻ, ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അഡ്മിനിസ്ട്രേറ്റീവ് ബർഡൻ കുറയ്ക്കാൻ പറ്റും. വർക്ക് ഫ്ലോ സ്ട്രീംലൈൻ ചെയ്യാന്ന് പറയുന്നത് തന്നെ എഫിഷ്യൻസി, ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളുടെ വർക്ക് ഫ്ലോയിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആ സ്ട്രീംലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എഫിഷ്യൻസി കൊണ്ടുവരും. പിന്നെ ആക്സസ് ടു ഇൻഫർമേഷൻ. പിന്നെ ഇത് ഡേറ്റ എല്ലാം ഉള്ളത് കൊണ്ട് ഡേറ്റ അനാലിസിസ് പോസിബിൾ ആണ്, ക്ലിനിക്കൽ ട്രയൽ സപ്പോർട്ട് പോസിബിൾ ആണ്. എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, റെഡ്യൂസ്ഡ് കോഗ്നിറ്റീവ് ലോഡ്, ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ, അത് പോസിബിൾ ആണ്. മൂന്നാമത്തെ പേജ് ഒന്ന് കാണിച്ചേ. Assist doctors by analyzing respiratory symptoms, provide potential disease predictions based on symptoms. Okay. Project objectives. ഇതൊന്ന് എഴുതിയാല് ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ്, ഡയഗ്നോസ്റ്റിക് എൻഹാൻസ്മെന്റ്. ഡയഗ്നോസ്റ്റിക് എൻഹാൻസ്മെന്റ്. പിന്നെ ട്രീറ്റ്മെന്റ് ഒപ്റ്റിമൈസേഷൻ. Treatment optimization. Efficiency and workflow improvement. Efficiency and workflow improvement. Data analysis and knowledge discovery. Data analysis and knowledge discovery. System integration and usability. System integration and usability. Important consideration പറഞ്ഞിട്ട് അത് മെഷറബിൾ ആയിരിക്കും, അച്ചീവബിൾ ആയിരിക്കും, റെലവന്റ് ആയിരിക്കും, എത്തിക്കൽ ആയിരിക്കും. എത്തിക്കലായിരിക്കും. അപ്പോ
ഇപ്പോൾ സജസ്റ്റ് റിലവന്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനാണ് ഡയഗ്നോസ്റ്റിക് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. ഈ ട്രീറ്റ്മെന്റ് ഒപ്റ്റിമൈസേഷൻ ആണ് ഓഫർ ട്രീറ്റ്മെന്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. പിന്നെ അപ്പോ അതുകൊണ്ട് ഡേറ്റ ആൻഡ് നോളജ് ഡിസ്കവറി ആണ് പ്രൊവൈഡ് പൊട്ടൻഷ്യൽ ഡിസീസ് പ്രൊഡിക്ഷൻ ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ മുകളിലത്തെ 4 എണ്ണം കളഞ്ഞത് ബാക്കി ചേർത്തത്. അതെ, ആ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഫോർ അവർ ഒബ്ജക്റ്റീവ്സ് ഒരു ഹൈഫൺ ഇട്ടിട്ട് അത് മെഷറബിൾ ആണ്, അച്ചീവബിൾ ആണ്. ആ ലൈൻ അത് കണ്ടിന്യൂവേഷൻ ആണ്. അല്ല, ആ ഒബ്ജക്റ്റീവ്സ് ഇട്ടിട്ടേ ഓക്കെ.